ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇരുമ്പും പുളിയും വെച്ച് ഒരു കറി ഉണ്ടാക്കാം. ഇരുമ്പും പുളിയും മീനെന്ന് വെച്ചാൽ ഉണക്ക മീനാണ് കേട്ടോ. ഉണക്ക മീനാണ് നമ്മൾ എടുക്കുന്നത്. ഉണക്ക സ്രാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇരുമ്പും പുളിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇരുമ്പും പുളിയും ഉണക്കമീനും വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രാവിലെ ആയതുകൊണ്ട് കോഴിയുടെ കൂവലെല്ലാം കേൾക്കാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇത് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം. എന്താ കുറച്ച് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം. കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം കേട്ടോ. കടുകും ഉലുവയും പൊട്ടിയും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കരിഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്താ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് പുളി ചേർക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉണക്കമീനിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തിളക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഞാൻ ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പുളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പുളിക്ക് അത്ര വേവില്ല. ഇത് നന്നായി തിളച്ച് ഒരുവിധം ആവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ മീൻ ക്ലീൻ ചെയ്ത് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. മീനും കൂടി നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം കേട്ടോ. ഇനി ഒരു മുടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരകിയെടുക്കാം കേട്ടോ. അത് തേങ്ങ നന്നായി ചിരകിയെടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനൊരു ട്രിക്കാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് അരയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ.
നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറി ഒന്ന് നോക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. വാവ്, സൂപ്പറായി വെന്തിട്ടുണ്ട്. ഇരുമ്പൻ പുളിയും മീനും നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് തേങ്ങ അരച്ചത് അതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിക്കുകയാണേ. ഇതെല്ലാം കറിയിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് ഈ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ? നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമീൻ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഉപ്പിടാതിരുന്നത് കേട്ടോ. ഉണക്കമീനിൽ ഉപ്പുണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കറി റെഡി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇരുമ്പൻ പുളി ഉണക്കമീൻ കറി കണ്ടോ? ഇതൊക്കെ ഞങ്ങളുടെ പാലക്കാടുള്ള സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഇതിങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു മണം കിട്ടും. ഓക്കെ, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, കറിക്ക് ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ യെല്ലോ ഷെയ്ഡല്ലേ, അപ്പോൾ അതൊരു റെഡിഷ് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബായ്.